അവരുടെ പള്ളികളിലെ ഖതീബുമാർ പൂജാരികളാണ് എന്നൊക്കെ ആണ് നിങ്ങളുടെ വിശ്വാസം എന്ന് നിങ്ങൾ പല തവണ തെളിയിച്ചതാണ്. അത് പൊതുവായ വേദികളിൽ നിങ്ങൾ പ്രസംഗിച്ചതും നിങ്ങൾ ആ വിശ്വാസം വെച്ച് പുലർത്തുന്നവരുമാണ്. സമസ്ത പള്ളികളിൽ ഇമാമ് നിൽക്കുന്നവരൊക്കെ അമ്പലത്തിലെ പൂജാരികളാണ് എന്ന് ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുള്ളയുടെ പ്രഭാഷണത്തിൽ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവരോട് പോയി ചോദിക്കുക എന്നതല്ലാതെ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുള്ളയോട് എന്തിനാണ് താൻ ഇതൊക്കെ ചോദിക്കുന്നത്? തനിക്ക് നേർക്ക് നേരെ പറയാൻ ഒന്നുമില്ല എങ്കിൽ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും എടുത്തുകൊണ്ടുവന്നാണോ താൻ സംസാരിക്കേണ്ടത്? അങ്ങനെയാണ് എങ്കിൽ തന്നോട് ഞങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ നിന്റെ നേതാവായ അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ന്യായമായും സംശയിക്കുന്നു എന്ന് പറഞ്ഞു ജൂതചാരനാണ് ഇത്. നിനക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. അതുപോലെ തന്നെ നിന്റെ വലിയ ഔലിയായിട്ടുള്ള നീ ഇന്ന് ഇസ്തിഹാസ നടത്തുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ വലിയ നേതാവും ഔലിയക്കുമായിട്ടുള്ള ഇന്ന് അവരൊക്കെ ഇസ്തിഹാസ നടത്തുന്ന താജുലുലമ എന്നറിയപ്പെടുന്ന ഉള്ളാളം കുഞ്ഞിക്കോയത്തങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും നേതാവായിട്ടുള്ള അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അന മുദബ്ബിറുൽ അന കുത്തുബുല്ലാലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ നിയന്ത്രിക്കുന്ന കൂരാക്കൂരിട്ടിലെ ഒരു വൃക്ഷത്തിന്റെ ഇലയെങ്ങാനും ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ അതുപോലും അറിയുമെന്നൊക്കെ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്ന ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു വെച്ചത് എന്താണ്? ഇ.കെ. കാഫറാണ് എന്നല്ലേ? ഇന്നും നിങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ടോ? മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അതിനെക്കുറിച്ച് നിങ്ങളുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കവലകളായ കവലകളും സ്റ്റേജുകളായ സ്റ്റേജുകളും പേജുകളായ പേജുകളും എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഒരു വ്യത്യാസം പറയുമ്പോൾ പറയേണ്ടി പോയല്ലോ, പിന്നെ കാര്യമില്ല. ഷംസുലുലമ കാഫറ എന്ന് പറഞ്ഞു പല നേതാക്കന്മാർ, അങ്ങ് പറഞ്ഞില്ല. ഷംസുലുലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള ഒലീഷുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു. കാഫറ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുലുലമൻ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആള്. ഇത് വിവാദമായപ്പോൾ കഫറക്ക് പല അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ തടിയൂരാൻ ശ്രമിച്ചപ്പോൾ കഫറക്ക് പല അർത്ഥമുണ്ട്. ഇപ്പോൾ നാട്ടികവി മൂസ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന നിന്റെ നേതാവ് എന്താണ് അതിന് മറുപടിയായി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെ കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കൻ തലയിലാണ്. അത് നിങ്ങൾ തന്നെ ഹക്കൻ തലയിലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മാറ്റൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ അന്താലൽ ഹക്ക്, ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന കഫറക്ക് എന്താണ് അർത്ഥം? പൊന്നു തങ്ങളെ എന്ന ചോദ്യം, അതിനെക്കുറിച്ചൊക്കെ തനിക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ മുശ്രിക്കും കാഫറും ഒക്കെ ആക്കി പരസ്പരം മത്സരിച്ചവരും നിങ്ങളാണ്. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്തുപാട്ടുകൾ നടത്തുന്ന നിന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം, സമൂഹം ഒന്ന് അറിയട്ടെ. മാത്രവുമല്ല, നീ ഇപ്പോൾ ആരോ പറഞ്ഞു വെച്ച കാര്യം ഹുസൈൻ സലഫി ഹഫളഹുള്ളയോട് വലിയ ആനക്കാര്യം പോലെ ചോദ്യമായി വന്നല്ലോ. അതുകൊണ്ട് നിന്നോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിനക്കിതിന് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങളുടെ എതിർവിഭാഗമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ പോലും പാടില്ല എന്ന് ഒരു മുഖാമുഖത്തിൽ മുസ്ലിയാക്കന്മാരുടെ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് നിന്റെ വലിയ നേതാവ് പറഞ്ഞു വെച്ചത് ഇന്നും സോഷ്യൽ മീഡിയയിലടക്കം കാണുന്നുണ്ടല്ലോ. വിശ്വാസപ്രകാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. നിനക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അദ്ദേഹം കസ്സാബാണ് എന്നാണ് പറയുന്നത്. അതിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും പെടുന്നുണ്ട്, അതുപോലെ തന്നെ സ്വപ്നി ജീവിയും പെടുന്നുണ്ട്. തനിക്ക് അവരെയൊക്കെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ? തന്റെ നേതാക്കന്മാരെ താൻ തള്ളുമോ കൊള്ളുമോ ഒന്ന് പറയണം, സമൂഹം ഒന്ന് അറിയട്ടെ. മാത്രവുമല്ല, ജിഷാൻ മാഹി എന്ന് പറയുന്ന ഭൂലോക ഫിത്നക്കാരൻ പറഞ്ഞു വെച്ചതിനെ കുറിച്ച് നിന്നോട് ഞാൻ ചോദിച്ചാൽ താൻ എന്ത് മറുപടിയാണ് പറയുക? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് വളരെ മോശമായിക്കൊണ്ട് അദ്ദേഹം പള്ളി ദർസിൽ പല കലാപരിപാടികളും നടത്തലുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു വെച്ചതൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. അതിനെക്കുറിച്ച് നിന്നോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ ചുന്നിയാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവനാണല്ലോ. ആ ചുന്നിയാണെന്ന് പറയുന്ന കൂടാരത്തിൽ തന്നെയാണല്ലോ ജിഷാൻ മാഹി എന്ന് പറയുന്ന വിവരം കെട്ടവരും. അപ്പോൾ നിന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് മറുപടിയാ പറയുക? എന്നതുപോലെ ഹുസൈൻ സലഫി ഹഫളഹുള്ളയോട് താൻ ആരെങ്കിലും പറഞ്ഞു വെച്ച കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹുസൈൻ സലഫി
സലഫി അതിന് എന്തിന് മറുപടി പറയണം? അതുകൊണ്ട് മുസ്ലിയാരെ തരത്ത് പോയി കളിക്കുക. തന്റെ അടുത്ത ചോദ്യം വരട്ടെ.